ഹായ്, വെൽക്കം ടു റെട്രോ കാതികൻ. ശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ ഇത്തവണ ഒരു ആക്ഷൻ ത്രില്ലറുമായിട്ടാണ് വരുന്നത്. സിനിമയുടെ പേര് കരം. 2013 ഇറങ്ങിയ തിരയായിരുന്നു അദ്ദേഹത്തിൻ്റെ ത്രില്ലർ ഒരു കൈൻഡ് ഓഫ് ജോണറിലുള്ളൊരു സിനിമ. അപ്പോൾ അതിനുശേഷം ജേക്കബിൻ്റെ സ്വർഗരാജ്യം, ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം ഈ 3 സിനിമകളും ഒരു ഫാമിലി റൊമാൻറ്റിക് ഡ്രാമയായിരുന്നു. അപ്പം കരം റിലീസ് ചെയ്യാൻ പോകുന്നത് 25 സെപ്റ്റംബർ 2025 നായകഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നോവൽ ബാബു തോമസ്, മനോജ് കെ ജയൻ, ജോൺ ആൻ്റണി, ബാബുരാജ്, ഒരു കൂട്ടം ആൾക്കാരുണ്ട് സിനിമയ്ക്കകത്ത്. അപ്പോൾ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിരുന്നു. ട്രെയിലർ ഡീറ്റെയിലേക്ക് വരാം. ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് വിനീത് ശ്രീനിവാസൻ്റെ സ്ഥിരം ഒരു പോർട്രേ ചെയ്യുന്ന ഒരു വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്തത് ട്രെയിലറിലും. കാരണം ഭയങ്കര നോവലിസ്റ്റിക്കാണ് അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്. ഒരു മെയിൻ ക്യാരക്ടർ ഇൻവോൾവ് ആവുന്ന സിറ്റുവേഷനും അദ്ദേഹം നേരിടേണ്ടി വന്നൊരു അവസ്ഥയും പിന്നെ പ്ലോട്ട് അഡ്വാൻസ് ചെയ്യുന്ന മറ്റ് ക്യാരക്ടേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും കമ്മ്യൂണിക്കേഷനും ഒക്കെ, ഡയലോഗ് ഡെലിവറി ആയാലും ശരി, ഭയങ്കര നോവലിസ്റ്റിക്കാണ്. നമ്മുടെ ട്രെയിലറിലും ആവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്ന് ഇൻറ്റൻഷനലി എഴുതി കാണിച്ച് ചെയ്ത പോലെയാണ് ഫീൽ ചെയ്തത്. കാരണം തിരക്ക് ശേഷം ചെയ്യുന്ന ഒരു ആക്ഷൻ ത്രില്ലറാണല്ലോ അദ്ദേഹം. അതായിരുന്നു ആ ഒരു സിനിമയുടെ ഒരു ഇമ്പാക്റ്റ്. അപ്പം ഏകദേശം തിര ട്രെയിലർ കണ്ട ഫീൽ തന്നെയാണ് കരം കണ്ടപ്പം തോന്നിയത്. വലിയ മാറ്റങ്ങളൊന്നും തന്നെയില്ല, അതേപോലെ തന്നെ കഥ പോകുന്നു. ഒരു ക്യാരക്ടർ അതിനകത്ത് ആ ഈവനിലേക്ക് വീഴുന്നു, പിന്നെ ആ ക്യാരക്ടർ പിന്നെ ഒരു യാത്ര, ആ ക്യാരക്ടറിൻ്റെ ഒരു യാത്ര, സെയിം പാറ്റേൺ, ഒരു വ്യത്യാസമില്ല. നോബൽ ബാബു തോമസ് ആണ് മെയിൻ ക്യാരക്ടർ അഭിനയിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ പ്രൊഡ്യൂസർ കൂടിയായിരുന്നു. പിന്നെ ഫിലിപ്സ്, ഹെലൻ, ഹൃദയം, ഈ 3 സിനിമകളിലേക്ക് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു ത്രൂ ഔട്ട് ഹീറോ ഫിലിമാണ്, ആക്ഷൻ ഹീറോ ആയിട്ടുള്ളൊരു സിനിമയാണ്. ട്രെയിലർ കണ്ടപ്പോൾ അദ്ദേഹം നന്നായിട്ട് ഇച്ചിരി പണിയെടുത്തത് പോലെ തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം പഞ്ചിങ് കിക്സും ഒക്കെ ചെയ്യുന്നുണ്ട് സിനിമയ്ക്കകത്ത്. നല്ലതാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു പുതിയൊരു ആക്ടർ, ഈ ഒരു ആക്ഷൻ ഹീറോ കൂടെ വരട്ടെ, മലയാള സിനിമയ്ക്ക് എൻ്റർ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ആക്ഷൻ സീക്വൻസ് നന്നായിട്ട് കുറേ നല്ല വിഷ്വൽസ് അടുക്കി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ അത് അറിയാൻ പറ്റുന്നുണ്ട്. അത് സിനിമാറ്റോഗ്രാഫി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ അറിയാം. ജോമൻറ്റി ജോണാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് രഞ്ജൻ അബ്രഹാമാണ്. വിനീത് ശ്രീനിവാസൻ്റെ എല്ലാ സിനിമകളും അദ്ദേഹം തന്നെയാണ് എഡിറ്റ് ചെയ്യാറുള്ളത്. നല്ല എഡിറ്ററാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് മീശ മാധവൻ, പിന്നെ 2020, അങ്ങനെ എത്രയോ സിനിമകൾ ചെയ്തിട്ടുള്ളൊരു എഡിറ്ററാണ് അദ്ദേഹം. മ്യൂസിക് ഡൺ ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. അതും വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ ഒരു സക്സസ്ഫുൾ ഡിയോ ആണല്ലോ. അത് അവർ ഒരുപാട് പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ട്രെയിലർ കണ്ടപ്പം തിരയുടെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ തന്നെയാണ് ഫീൽ ചെയ്തത്. അതെന്തായാലും അങ്ങനെ തന്നെ, ഒരു മാറ്റമില്ല, യാതൊരു മാറ്റമില്ല, അത് തന്നെ വന്നിട്ടുണ്ട്. സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിശാഖ് സുബ്രഹ്മണ്യം, മെർലാൻ സിനിമാസ്. അദ്ദേഹം തന്നെയായിരുന്നു ഹൃദയത്തിൻ്റെയും വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെയും പ്രൊഡ്യൂസർ. അതും വിനീത് ശ്രീനിവാസൻ കമ്പനി തന്നെയാണ്. ആൻഡ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് 25 സെപ്റ്റംബർ 2025. നല്ലൊരു ആക്ഷൻ ത്രില്ലർ സിനിമ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ, റെട്രോ കാതികൻ.